പക്ഷേ ഗവർണറും സർക്കാരുമായിട്ടുള്ള പോര് മുറുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ അത് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ അതൊക്കെയാണ്. സത്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെന്റും ഗവർണറും തമ്മിൽ ഈ തെരുവിൽ തല്ലുപിടിക്കുന്ന കുട്ടികളുടെ ഒരു നിലവാരത്തിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു എന്നായി വിചാരിച്ചത്. RV ആർലേക്കർ വന്നപ്പോ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ തീർച്ചയായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ രാഷ്ട്രീയമല്ല കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്. അവർ തമ്മിൽ ആശയപരമായ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഉദ്യോഗസ്ഥനും ഏജന്റുമായിട്ടാണ് ഗവർണർ വരുന്നത്. അപ്പോൾ കേരള ഗവൺമെന്റുമായി ക്ലാഷ് ഉണ്ടാവാം, ആശയപരമായ അഭിപ്രായ വിഷയം വന്നു. അപ്പൊ ആ വിഷയത്തെ പക്ഷെ ആർലേക്കർ വന്നപ്പോൾ അദ്ദേഹം കുറെ കൂടി ഗൗരവമുള്ള സംവാദാത്മകമായിട്ടാണ് അതിനെ വികസിപ്പിച്ചത്. ഇപ്പൊ ഭാരതാംബ വന്നു, ഈ പല ഇഷ്യൂസും വന്നു. പക്ഷേ ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ചർച്ച തർക്കം വന്നപ്പോൾ പോലും ഒരു ഒത്തുതീർപ്പിനൊക്കെ അദ്ദേഹം തയ്യാറാവുന്ന ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. പക്ഷെ പിന്നെ കാണുന്നത് ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഒരു ആരിഫ് മുഹമ്മദ് ഖാന്റെ ലെവലിലേക്ക്. അതായത് പണ്ട് നമ്മൾ ഈ ചാനലിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഗവർണർ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എടുക്കാനായിട്ടായിരുന്നു പോകുന്നത്. കാരണം ഗവർണർ പിന്നെ മാധ്യമങ്ങളെ ഒന്നും കാണുന്ന പതിവില്ല, പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ എന്തോ ഇല്ല. പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷം ഒരു സാധാരണ ഒരു കൗൺസിലറെയൊക്കെ പോലെ എല്ലാത്തിനും മാധ്യമങ്ങളോട് വന്ന് സംസാരിക്കുക, SFIക്കാരെ പരസ്യമായി മോശമായി സംസാരിക്കുക, രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ വില കുറഞ്ഞ രാഷ്ട്രീയക്കാരനായിട്ട് അദ്ദേഹം മാറിയിരുന്നു. അപ്പൊ ആർലേക്കർ കുറച്ച് ഭേദമാണെന്ന് കേൾക്കാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവാദത്തിൽ അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വിയോജിക്കാതിരിക്കാൻ വയ്യ. അപ്പൊ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇപ്പോ സ്വാതന്ത്ര്യദിനമാണ് നാളെ. അപ്പൊ ഇന്ന് നടപ്പാക്കാൻ വേണ്ടി കോളേജുകളിലൊക്കെ ആചരിക്കാൻ വേണ്ടി അദ്ദേഹം യൂണിവേഴ്സിറ്റികൾക്ക് ഒരു സർക്കുലർ അയച്ചിരിക്കുന്നു. ഗവർണറാണ് അത് അയക്കുന്നത് ഓർക്കണം. സാധാരണ ഗവർണർ ഒപ്പിടാത്ത ഒരു സർക്കുലർ അല്ല. പക്ഷേ ഈ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിന്റെ തലേന്നാൾ എന്നുവെച്ചാൽ August 14 സംസ്ഥാനത്തെ മുഴുവൻ കോളേജുകളിലും ഈ പാർട്ടീഷൻ ഹൊറർ ഡേ ആയിട്ട്, അതായത് വിഭജന ഭീകരതയായിട്ട് ആചരിക്കാൻ. അതിന്റെ ഒരു എത്ര ആലോചിച്ചാലും അതിന്റെ ഒരു അഭംഗി നമുക്ക് വല്ലാതെ ദഹിക്കാതെ കിടക്കും. അല്ല, ഒന്നാമത്തെ കാര്യം ആലോചിച്ചു നോക്കൂ. സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ 142 കോടി മനുഷ്യർക്കും ആഹ്ലാദത്തിന്റെ ഒരു വേളയല്ലേ. നമ്മൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇത് ഒരുതരം അമൃതോത്സവം കൂടിയാണ്. അപ്പൊ മധുരത്തിന്റെ ഒരു ദിവസം, അതിന്റെ തൊട്ട് തലേന്ന് രാത്രി ഒരു കയ്പ് കൊടുക്കുക ഒന്ന് ആലോചിച്ചു. ഞാനിപ്പോ എന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞു. അപ്പൊ കല്യാണത്തിന് വരുന്നതിനേക്കാളും ആളുകൾ വരിക കല്യാണത്തിന്റെ തലേന്നായിരിക്കും. അപ്പൊ കല്യാണത്തിന് കൊടുക്കുന്ന മധുരത്തിന് പകരം തലേന്ന് രാത്രി നമ്മൾ കയ്പ് കൊടുത്താൽ എങ്ങനെയുണ്ടാവും? അനൗചിത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ ഇദ്ദേഹത്തിന് പറയുന്ന കാരണം എന്താ? കാരണം സ്വാതന്ത്ര്യത്തോടൊപ്പം വിഭജനം വന്നു. വിഭജനം ഒരു നല്ല ഓർമ്മയല്ല. കൂട്ടക്കൊലകളുടെ ഓർമ്മയാണ്, പലായനത്തിന്റെ ഓർമ്മയാണ്, കൊള്ളയുടെയും കൊള്ളിവെപ്പിന്റെയും ചോരച്ചാലുകളുടെയും ഒക്കെ ഓർമ്മയാണ്. തീർച്ചയായിട്ടും നല്ല ഓർമ്മയല്ല. പക്ഷെ അത് ഓർക്കാൻ നമുക്ക് എത്ര സന്ദർഭങ്ങൾ. ഇപ്പോ എന്തിനാണ് ഈ ദിവസം തന്നെ ഓർക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെല്ലാം ദിവസം കൊണ്ട് ഓർക്കാൻ. ഇപ്പൊ ഞാനിങ്ങനെ ഒരു ചരിത്ര വിദ്യാർത്ഥി, എനിക്ക് കൗതുകമുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ഞാൻ എപ്പോഴും ഓർത്തു നോക്കുന്നു. അപ്പൊ ഞാനിപ്പോ ഈ വാർത്ത കണ്ടപ്പോ ഇന്നിങ്ങനെ ഓർത്തു നോക്കുമ്പോൾ നമുക്ക് പാർട്ടീഷൻ മറക്കണം എന്ന് ഞാൻ പറയില്ല. നമ്മൾ വിചാരിച്ചാലും മറക്കാൻ പറ്റിയ അധ്യായമല്ല, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ നമ്മളത് ഓർക്കണം. പക്ഷെ എന്നാ ഓർക്കേണ്ടത്? ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ ഓർക്കണോ? കാരണം ഇപ്പൊ ആലോചിച്ച് നോക്കൂ, പാകിസ്ഥാൻ വേണമെന്ന് ആദ്യമായി മുഹമ്മദ് അലി ജിന്ന ആവശ്യപ്പെടുന്നത് 1940 മുസ്ലിം ലീഗിന്റെ ലാഹോർ സമ്മേളനം. അന്നത്തെ ദിവസം ഒരു മാർച്ച് 23 1940 മാർച്ച് 23. ഒരു മാർച്ച് 23 ഇതിനു വേണ്ടി നീക്കി വെച്ചു അന്ന് നടത്തിയ പോട്ടെ. ഇനി ആരാ ഇന്ത്യയെ വിഭജിച്ചത്? ബ്രിട്ടീഷുകാരാണ്. ഡിവൈഡ് ആൻഡ് റൂൾ ആണ്. മൗണ്ട് ബാറ്റനാണ് വിഭജനം പ്രഖ്യാപിച്ചത്. ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യ എന്ന കോളനി രാജ്യത്തെ വിഭജിക്കാൻ. ഇത് മൗണ്ട് ബാറ്റൻ പ്രഖ്യാപിക്കുന്ന ഒരു ജൂൺ 4 46 ജൂൺ 4 ആ ദിവസം നീക്കി വെച്ചൂടെ? പോട്ടെ. വിഭജനത്തിന്റെ ഏറ്റവും വലിയ കൂട്ടക്കൊലകൾ നടന്ന സ്ഥലം നവഖാലിയാണ്. നവഖാലി ഇപ്പൊ ബംഗ്ലാദേശിലാണ്. മഹാത്മജി 4 മാസമാണ് അവിടെ കാവൽ നിന്നത്. ആ ഒറ്റയാൾ പട്ടാളം കൊണ്ടാണ് ആ രാജ്യം കത്തിയാളാതെ പോയത്. സത്യത്തിൽ അദ്ദേഹത്തെ കൊണ്ട് മാത്രം നിന്നിരുന്ന നാടാണ്. നവഖാലിയിൽ കൂട്ടക്കൊല അല്ലെങ്കിൽ വർഗീയ കലാപം തുടങ്ങുന്നത് ഒക്ടോബർ 10 46 ഒക്ടോബർ 10 ഓർമ്മയില്ലേ? സ്വാതന്ത്ര്യദിനത്തിലൊന്നും മഹാത്മാഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നില്ല, ഡൽഹിയിൽ വന്നിട്ടില്ല, അവിടെ ഇരുന്നല്ലോ. അപ്പൊ ഈ ഒക്ടോബർ 10 വെച്ചൂടെ? സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് നടന്ന വിഭജനവും അതിന്റെ കൂട്ടക്കൊലകളും ഓർക്കാൻ ചരിത്രത്തിൽ നമുക്ക് ഇഷ്ടം പോലെ തീയതികളുണ്ടല്ലോ. എന്തിന് August 15 ചേർക്കുന്നു? ഇനിയിപ്പോ ഗവർണർ പറയുന്നതിന്റെ ഒരു അഭംഗി ആലോചിച്ച് നോക്കൂ. വിഭജനം നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായമല്ല. എന്നാൽ വിഭജനത്തിന് ആരാ ഉത്തരവാദി? നമുക്കത് ബ്രിട്ടീഷുകാരുടെ ചുമലിലിടാൻ പറ്റുമോ? മുസ്ലിം ലീഗിന്റെയും ജിന്നയുടെയും മാത്രം തലയിലിടാൻ പറ്റുമോ? ഇല്ല.
എൻ്റെ ഒരു നിരീക്ഷണത്തിൽ വിഭജനം എന്ന മഹാപാപത്തിൽ പങ്കുവഹിക്കാത്ത ഒരു പാർട്ടിയും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ചരിത്രം പറയുന്നില്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കട്ടെ. ഞാൻ പറയുന്നത് 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. അതിന്റെ 3 കൊല്ലം മുമ്പ് പാകിസ്ഥാന്റെ ലാഹോർ സമ്മേളനം 1940 മാർച്ച് 23 ലാഹോറിൽ. അതിന്റെ 3 കൊല്ലം മുമ്പ് അഹമ്മദാബാദില് ഹിന്ദു മഹാസഭയുടെ സമ്മേളനം നടന്നു 1937. ആരായിരുന്നു പ്രസിഡന്റ്? വീര സവർക്കർ ആയിരുന്നു പ്രസിഡന്റ്. അന്നത്തെ പ്രമേയം ദ്വിരാഷ്ട്ര പ്രമേയമാണ്, ദ്വിരാഷ്ട്രവാദമാണ്. ഇന്ത്യയെ ഹിന്ദുവും മുസൽമാനുമായിട്ട് വിഭജിക്കണമെന്ന് 40 പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പറയുന്നതിന് 3 കൊല്ലം മുമ്പ് വീര സവർക്കർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകവും പറയുന്നത്. പോട്ടെ, ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് എന്നിട്ട് കോൺഗ്രസ്സുകാരെ എതിർത്തു എന്നാണ്. കോൺഗ്രസ് തുടക്കത്തിൽ എതിർത്തു എന്നുള്ളത് ശരിയാണ്. പിന്നെ ആരൊക്കെയാണ് അനുകൂലിച്ചത്? ആദ്യം കോൺഗ്രസിന് അനുകൂലിച്ചത് സി രാജഗോപാലാചാരിയാണ്. എന്താ പാകിസ്ഥാൻ വന്നൂടെ, കൊടുത്തൂടെ എന്ന്. അത് കഴിഞ്ഞിട്ട് നെഹ്റുവും പട്ടേലും ഒക്കെ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് വന്നു. മുഹമ്മദ് അലി ജിന്നക്ക് പ്രധാനമന്ത്രിയായി അങ്ങോട്ട് മാറ്റി നിർത്താൻ ഒരു ചാൻസ് കൊടുക്കാമെങ്കിൽ ഇവിടെ പ്രധാനമന്ത്രി ആവാനും ആളുണ്ടല്ലോ. അത് വന്നില്ലേ? ഗാന്ധി പറയുന്നുണ്ട്, ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ മഹാത്മാഗാന്ധി വിലപിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പറയുന്നതിന് യാതൊരു വിലയുമില്ല, അവർക്ക് ഈ നാടൊന്ന് വിഭജിച്ച് കിട്ടിയാൽ മതി. ആർക്ക്? നെഹ്റുവിനും കൂട്ടർക്കും ഈ പറയുന്നത്, മൗണ്ട് ബാറ്റനോട് പറയുന്നത്. അപ്പോ ഒടുവിൽ മഹാത്മാഗാന്ധി വരെ പണ്ഡിറ്റ് കെ സി വല്ലഭ പന്ത് ഉണ്ടല്ലോ, വല്ലഭ പന്തിന്റെ അധ്യക്ഷതയിൽ മഹാത്മാഗാന്ധി വരെ പങ്കെടുത്ത സമ്മേളനത്തിലാണല്ലോ വിഭജന പ്രമേയം ഒപ്പിട്ടത്. കോൺഗ്രസ് കൂടി സമ്മതിച്ചിട്ടല്ലേ വിഭജനം വന്നത്? ആർക്കാ ഉത്തരവാദി? ഇനിയിപ്പോ ഇതിലൊന്നും പെടാത്തൊരു കൂട്ടർക്ക് ഇപ്പൊ വേണമെങ്കിൽ കേരളത്തിൽ പറയാം, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം അറിയാവുന്നവര് അവരെയും വെറുതെ വിടൂല. കാരണം മതമല്ല അടിസ്ഥാനമെങ്കിൽ പോലും പാകിസ്ഥാൻ ഭാഗത്തിന് അനുകൂലമായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനെന്താ കാരണം എന്നറിയാം? ഗോപാൽ അധികാരി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തിസീസ് ഉണ്ട്, അധികാരി തിസീസ്, ജി അധികാരിയുടെ തിസീസ് എന്നാ പറയാം. എന്തായിരുന്നു അത്? പാകിസ്ഥാൻ ഉണ്ടാവട്ടെ എന്നാ. ഉണ്ടാവട്ടെ. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ പറയുന്ന മതമല്ല, അവരുടെ കൾച്ചറാണ്. അപ്പൊ സാംസ്കാരികമായി ഒരു പ്രദേശം ഒറ്റക്ക് നിന്നിട്ട് അവർക്ക് സ്വയം നിർണയാവകാശം വേണമെന്ന് പറഞ്ഞാൽ, അതായത് സാംസ്കാരിക ഉപദേശീയതകളുടെ സ്വയം നിർണയാവകാശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയമാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു പ്രദേശത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ട് അത് തന്നെയാണ് പാകിസ്ഥാൻ തന്നെയാണ്. ഇപ്പൊ എന്റെ നാട്ടില് ഇപ്പൊ ഒരു ഉദാഹരണം, മലബാറില് ഈ ലിയാഖത്ത് അലി ഖാൻ അറിയാലോ, പിന്നീട് ആദ്യത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി. അദ്ദേഹം 1946 മുസ്ലിം ലീഗിന്റെ പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായി ആളുകളെ കൂട്ടാൻ ക്യാമ്പയിനുമായിട്ട് ഇന്ത്യ മുഴുവൻ പര്യടനം നടത്തി. അന്ന് മലബാറിൽ വന്നു 46 മഞ്ചേരിയിൽ ലിയാഖത്ത് അലി ഖാന് സ്വീകരണം കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ്, ലിയാഖത്ത് അലി ഖാൻ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് ലിയാഖത്ത് അലി ഖാന് സ്വാഗതം ചെയ്യാൻ പോയത് 5-6 പേരുള്ള ഒരു പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. കെ ഇമ്പിച്ചി ബാബയുടെ നേതൃത്വത്തിൽ. അദ്ദേഹം തന്നെ അത് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം തന്നെ അത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കുളിമുറിയിൽ എല്ലാവരും നഗ്നരാണ്. അപ്പൊ വിഭജനത്തിന് ഞങ്ങളെതിരായി ആരാ ഒന്ന് എതിരായി? വേണമെങ്കിൽ പഴയ സോഷ്യലിസ്റ്റുകൾ ആരെങ്കിലും വേണമെങ്കിൽ അനുകൂലമായിരുന്നില്ല എന്ന് പറയാം. ഞാൻ നോക്കുമ്പോ വേറെ ആരുമില്ല, എല്ലാവരും. അപ്പൊ ഇപ്പോ കേരളത്തിലെ ഭരണകക്ഷിക്ക് പറയാൻ പറ്റും വിഭജനത്തിന് ഞങ്ങൾ ആരും എതിർത്തില്ല. അതാണ് ഒന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ഗവർണർ ഇത് പറയുമ്പോൾ വിഭജനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും ഈ കേരളം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ നിലപാടും കേന്ദ്രം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ നിലപാടും ഒക്കെ ഇതിൽ പ്രതീകമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഓർത്തു നോക്കും, ഇത് ഈ ആരെയാണ് നമ്മൾ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആഗസ്റ്റ് 14 തന്നെ വേണമെന്ന് വെക്കുന്നത്? ആഗസ്റ്റ് 14 തന്നെ വേണമെന്ന് വെക്കുന്നതിന് ഒറ്റ കാരണമല്ലുള്ളൂ, അന്നാണ് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യം. പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം എന്തുകൊണ്ട് ആഗസ്റ്റ് 14 ആയത്? നമുക്കും അന്ന് ആകാമായിരുന്നല്ലോ, ഒറ്റ രാജ്യമായിരുന്നില്ലേ നമ്മള്. എന്തുകൊണ്ടാണ് നമ്മൾ 15 മാറ്റിയത്? നമ്മളോട് ജ്യോതിഷന്മാര് പറഞ്ഞതാ, രാത്രി അർദ്ധരാത്രി അല്ല, ജ്യോതിഷികൾ പറഞ്ഞു 15 നമ്മൾ 15 വെക്കാൻ തീരുമാനിച്ചു. ജ്യോതിഷികൾ 15 മോശം ദിവസമാണ്, എന്നാ 14 പാകിസ്ഥാൻ മാറ്റാൻ പറ്റുമോ? പാകിസ്ഥാന്റെ ദിവസം നമുക്ക് വേണ്ട. അപ്പോ ഇത് രണ്ടും കെട്ടൊരു ദിവസം നമ്മുടെ അന്ധവിശ്വാസം കൂടിയാണെന്നേ. എന്നിട്ട് നമ്മൾ ഈ ആഗസ്റ്റ് 14 കുറ്റം പറയും. പോട്ടെ, ഇനിയിപ്പോ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞാലേ പൂർത്തിയാവുള്ളൂ. നമ്മൾ എന്താ ഈ പാകിസ്ഥാനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം ചോദിച്ചു വാങ്ങിയത് ചരിത്രത്തിലെ മഹാമണ്ഡത്തരമായിരുന്നു എന്ന് ഇന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ആദ്യത്തെ ജനത പാകിസ്ഥാനികളാണ്. കാരണം എന്താ പറയുക, മതത്തിന്റെ പേരിൽ രാജ്യം ചോദിച്ചു. അവർക്ക് മതവും ഇല്ല, രാജ്യവും ഇല്ല. ഇസ്ലാം ഉണ്ടോ അവിടെ? ഇസ്ലാമിന്റെ പേരിൽ ഒന്നിച്ചു നിന്നോ? ബംഗ്ലാദേശ് പോയില്ലേ? ഇപ്പൊ അവിടെ അവർക്ക് രാജ്യമുണ്ടോ? പാകിസ്ഥാൻ എന്ന രാജ്യമില്ലല്ലോ. അവർക്ക് ഇപ്പൊ ബലൂചിസ്ഥാൻ ഉണ്ട്, അവർക്ക് ഈ പറഞ്ഞ സിന്ധ് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, പഷ്തൂണിസ്ഥാൻ ഉണ്ട്, കാശ്മീർ ഉണ്ട്, ഒക്കെ ഉണ്ട്. പാകിസ്ഥാൻ ഇല്ല എന്ന് പറഞ്ഞാൽ രാജ്യവും ഇല്ല, മതവും ഇല്ല. പോട്ടെ,
കഴിഞ്ഞ 75 കൊല്ലം 78 കൊല്ലായില്ലേ 47 നിന്ന് 77 കൊല്ലം 78 കൊല്ലം ഈ 78 കൊല്ലത്തിനുള്ളിൽ ഏത് ഗവൺമെന്റാണ് അവിടെ കാലാവധി പൂർത്തിയാക്കിയത്? നിരന്തരമായ പട്ടാള അട്ടിമറി, വർഗീയ കലാപം, കൂട്ടക്കൊല, പ്രസിഡന്റുമാർ കൊല്ലം, അങ്ങനത്തെ ഒരു രാജ്യമല്ലേ ഇന്ത്യയോ? ഇന്ത്യ ഇക്കാലം വരെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ തെരഞ്ഞെടുപ്പുകളും കൃത്യമായി നടത്തി 2 പ്രധാനമന്ത്രിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. അത് ഒറ്റപ്പെട്ട സംഭവം എന്നുള്ള വെച്ചാൽ ഇതൊരു ഏർപ്പാടല്ലല്ലോ. ഏതൊക്കെ വെച്ചിട്ട് കുറച്ച് നാളെ ഒരു സ്റ്റേബിൾ അല്ലാതെ നിന്നൊരു സമയമുണ്ട് VP സിംഗിന്റെ. അതെ, എന്നാലും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തന്നെ കെ ഗുജറാൾ വന്നു, VP സിംഗ് വരുന്നു, ചന്ദ്രശേഖർ വന്നു, ഈ ദേവഗൌഡ വന്നു. അപ്പോഴും ജനപ്രതിനിധികളോ ഏതെങ്കിലും ഒരു പട്ടാള തലവൻ വന്ന് അട്ടിമറി നടത്തി. പാകിസ്ഥാൻ ലോകത്തിലെ ഗതികെട്ട രാജ്യങ്ങളിലൊന്നാണ്. ആ ഗതികെട്ട രാജ്യം നിലവിളിക്കുമ്പോൾ ഇങ്ങനെ ഒരു രാജ്യം വേണ്ടിയിരുന്നില്ല ദൈവമേ എന്ന് പറഞ്ഞ് പടച്ചോനെ വിളിച്ച് നിലവിളിക്കുമ്പോൾ ആ ശവമായി കിടക്കുന്ന ആ രാജ്യത്തിന്റെ നെഞ്ചത്ത് പോയി ചവിട്ടേണ്ട കാര്യം എന്താ നമുക്ക്? ഇന്ത്യ അന്തസ്സോടെയല്ലേ നിൽക്കുന്നത്? 77 കൊല്ലം കൊണ്ട് ഇന്ത്യ ലോകത്തിന്റെ വലിയ മാതൃകയായി വളർന്നില്ലേ? അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം ഏകദേശം ഒരു 30 വർഷമായിട്ട് ഇൻഫ്രാസ്ട്രക്ചറിലോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായില്ല. ഭീകരവാദം, ഒരു ശാസ്ത്രജ്ഞന്റെ പേര് പറയും, സാങ്കേതിക വിദ്യയിൽ ഒരുത്തന്റെ പേര് പറയും, എവിടെയെങ്കിലും നോബൽ പ്രൈസ് നേടിയ പേര് പറയും, എവിടെയുണ്ട്? ഒന്നും ഉണ്ടായിട്ടില്ല. ആ പാകിസ്ഥാൻ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ, കീടത്തെ പോലെ കിടന്ന് നിലവിളിക്കുമ്പോൾ, നമ്മളെ കാൽച്ചൂട്ടിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ഈ ചത്ത ശവത്തിന് ചവിട്ട് കൊടുക്കേണ്ട വല്ല കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ആർലേക്കർ ഈ പറയുന്നത് ഒരു ആവശ്യമില്ലാത്തൊരു പണിയാണ്. അത് അദ്ദേഹത്തോട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതാണെങ്കിൽ പോലും അത് സ്വീകരിക്കേണ്ട കാര്യമില്ല. കാരണം അത് കേരളം ഈ ബീഹാർ ഉത്തർപ്രദേശ് ഒന്നും അല്ല. കേരളം ഇതൊക്കെ ചിന്തിക്കും. നമ്മളെപ്പോലുള്ള ഒരു ന്യൂസ് റൂമിൽ ഇരുന്ന് മാത്രമല്ലല്ലോ, ചായക്കടയിൽ ഇരുന്ന് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ ആലോചിക്കൂലേ ഇങ്ങനെയൊക്കെ ആയിക്കൂടെ, എന്താ ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കൂലേ? അതുകൊണ്ട് ഇത് വേണ്ടാത്ത പണിയാണ് എന്ന് ഗവർണറോട് സ്നേഹപൂർവ്വം പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താം. വീണ്ടും ഇത് പറയേണ്ടി വരും.